ഈ അടുത്ത് ചില കൂട്ടായ്മകളിൽ യാദൃച്ഛിക പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ചില പുതിയ ശുശ്രൂഷകരുടെ ശുശ്രൂഷ. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞു വെച്ച ഒരു കാര്യം ഇതാണ്: നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്, ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. ഏറ്റവും ഉന്നതമായ പദവികൾ നമ്മൾ അലങ്കരിക്കണം. ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. ഏറ്റവും നല്ല വീട് നമ്മൾ വയ്ക്കണം. അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും ഉന്നതകരമായ നിലയിൽ ഏറ്റവും നന്മ അനുഭവിച്ച് നമ്മൾ ഇരിക്കണം. അങ്ങനെ ഇരുന്നില്ലെങ്കിൽ അത് നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്തെന്നാൽ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്, സർവശക്തനായ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതന്മാരായിരിക്കണമെന്ന് അവർ പഠിപ്പിക്കുക. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനത്തിന് എന്താ പറയുവാനുള്ളത്? എല്ലാറ്റിനും ആധാരം ദൈവത്തിന്റെ വചനമാണല്ലോ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവിനെ പിശാച് പരീക്ഷിക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമുണ്ട്. യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ച അനന്തരം യേശുവിന് വിശന്നപ്പോൾ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കല്ല് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ എന്തിനാ വിശന്നിരിക്കുന്നത്? നീ ഈ കല്ലിനെ അപ്പമായി തീരുവാൻ കൽപ്പിച്ച് ഇതെടുത്ത് ഭക്ഷിക്കുക. നീ ദൈവത്തിന്റെ പുത്രനല്ലേ? ദൈവത്തിന്റെ പുത്രൻ എന്തിനാ വിശന്നിരിക്കുന്നത്, ദാരിദ്ര്യത്തിലിരിക്കുന്നത്, പട്ടിണിയിരിക്കുന്നത് എന്തിനാ? ഈ കല്ലിനെ അപ്പമായി തീരുവാൻ കൽപ്പിച്ചിട്ട് നീ ഇതെടുത്ത് ഭക്ഷിക്കുക. ശേഷം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് യേശുവിനോട് പറയുക, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. വേദപുസ്തകത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. അങ്ങനെയെങ്കിൽ നീ ഇവിടെ നിന്ന് ചാടിയാൽ നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ നിന്നെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ രണ്ടിടത്തും ലോകപ്രകാരം ഈ പുതിയ ശുശ്രൂഷകർ പറയുന്നതിന് പ്രകാരം ഇവിടെ രണ്ടിടത്തും ദൈവം കർത്താവ് ഈ വിഷയങ്ങളിൽ ഈ പിശാച് പറഞ്ഞതുപോലെ ചെയ്യണം. കാരണം അവിടെയൊക്കെ ദൈവത്തിന്റെ പുത്രനാണെന്ന് യേശു തെളിയിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ യേശു അത് തെളിയിക്കാൻ നിന്നില്ല. കാരണം എന്തെന്നറിയാവോ? യേശുവിനറിയാം ഞാൻ ആരാ, ഞാൻ ദൈവത്തിന്റെ പുത്രനാ. ഈ കല്ലിനെ അപ്പമായി തീരുവാൻ കൽപ്പിച്ചത് കൊണ്ടോ, ഈ ലോകത്തിൽ എന്തെങ്കിലും വലിയൊരു വീട് വെച്ചത് കൊണ്ടോ, കാർ വാങ്ങിയത് കൊണ്ടോ, നല്ല ഉന്നതമായ ജോലിയിലിരുന്നത് കൊണ്ടോ അല്ല ഞാൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ടത്. ഞാൻ ദൈവപുത്രനാണ്, അതാണ് സത്യം. ഇന്ന് രാത്രികാലം തിരുവചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് തെളിയിക്കേണ്ടെന്ന ആവശ്യമില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കൾ തന്നെയാ. അത് ദാരിദ്ര്യത്തിലായിരുന്നാലും സമ്പന്നതയിലായിരുന്നാലും നമ്മൾ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ് നിശ്ചയം.